ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്പാർക്ക് ടു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സന്തോഷം പങ്കുവെക്കാൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സിന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അതിന് പിന്തുണച്ച എല്ലാവർക്കും നമ്മുടെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ തുടർന്ന് നിങ്ങളുടെ പിന്തുണ നമ്മുടെ ചാനലിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പിന്തുണയാണ് നമ്മളുടെ ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു പ്രചോദനമെന്ന് പറയുന്നത്. നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഓരോ സബ്സ്ക്രൈബേഴ്സും, ഓരോ ലൈക്കും കമൻറ്റും. അത് തുടർന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പിയായ കുമ്പളങ്ങ ഹൽവയിലേക്ക് പോകാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൽവയ്ക്ക് ആവശ്യമായ കുമ്പളങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഏകദേശം 1 കിലോ കുമ്പളങ്ങയാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. കുമ്പളങ്ങ ആവശ്യത്തിന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളൊരു കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കുന്നു. ഏകദേശം 1 വിസിൽ കേൾക്കും വരെ നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഈ കുമ്പളങ്ങയുടെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു വിസിൽ കേൾക്കും വരെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒന്ന് ചൂടാറി കിട്ടാൻ വേണ്ടി നമ്മൾ കുക്കറിൽ നിന്ന് കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെയധികം ഗുണങ്ങളോട് കൂടിയതാണ് ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത്. വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള കുമ്പളങ്ങ നമ്മുടെ ശരീരത്തിലെത്തുന്നത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷന് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നു. അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം തീ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തു മാറ്റുന്നു. നമ്മൾ ഈ നെയ്യിൽ തന്നെയാണ് ഹൽവ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിന് സെപ്പറേറ്റ് നെയ്യോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കുമ്പളങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നെയ്യിൽ നന്നായി മിക്സ് ചെയ്യുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിപ്പോൾ കുമ്പളങ്ങയുടെ നീരോ കാര്യങ്ങളോ ഒന്നും കളയുന്നില്ല. നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. അതിലുള്ള കുമ്പളങ്ങയുടെ നിന്നുള്ള നീര് മാത്രമാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. നന്നായി നെയ്യുമായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ സ്ഥലത്തും നെയ്യുമായി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഞാനൊരു 300 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരം കൂടുതൽ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 500 ഗ്രാം വരെ നമുക്ക് മാക്സിമം ചേർത്ത് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുന്നു. നെയ്യും നമ്മുടെ കുമ്പളങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം നന്നായി യോജിച്ച് എല്ലായിടത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടാതെ അതിനുശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിരുന്ന അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും നമ്മൾ ചോട്ടി പിടിക്കാതെ ശ്രദ്ധിക്കണം. തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങയുടെ നീര് പൂർണ്ണമായും വറ്റുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒരു 3-4 ഏലക്ക നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒരു സുഗന്ധത്തിനും ഒരു സ്വാദിനും വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നീര് വറ്റുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു യെല്ലോ ഫുഡ് കളർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൽവയുടെ നിറം ഒരു ലെമൺ യെല്ലോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ നീര് വറ്റി വരുന്നുണ്ട്. നമ്മൾ നീര് വറ്റി വരും വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാരയും കുമ്പളങ്ങയും എല്ലാം കൂടി ചേർന്നുള്ള ഒരു കെമിസ്ട്രി ആണ് നമ്മുടെ ഈ ഒരു ഹൽവയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മളൊന്ന് മൂടി വെച്ചൊന്ന് ചെറുതായി വേവിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ കുമ്പളങ്ങയുടെ നീര് പൂർണ്ണമായും വറ്റും വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ മാക്സിമം കുറച്ച് വെച്ച് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്.
അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. നിങ്ങൾക്ക് ഒരു നാരങ്ങ പൂർണ്ണമായോ അല്ലെങ്കിൽ ഒരു ഹാഫ് എടുത്ത് ചേർക്കുവാനോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. നന്നായി ചേർത്ത് അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ കുമ്പളങ്ങയുടെ നീരൊക്കെ വറ്റി ഏകദേശം ഹൽവ റെഡിയായി വരുന്നുണ്ട്. നന്നായി വറ്റി വരും വരെ നന്നായി ഇളക്കി കൊടുക്കുക. മാക്സിമം തീ കുറച്ച് നന്നായി ഇളക്കി കൊടുക്കുക. പൂർണ്ണമായ ഹലുവ നല്ല രീതിയിൽ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിത് ഓരോന്നൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇത്ര എഫേർട്ട് എടുത്താണ് നമ്മൾ ഓരോ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏകദേശം നമ്മുടെ ഹൽവ പൂർണ്ണമായും റെഡിയായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ കുമ്പളങ്ങ ഹൽവ. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള കുമ്പളങ്ങ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചെന്നാലും വളരെ ബെനിഫിറ്റാണ് നമ്മുടെ ബോഡിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കുമ്പളങ്ങ ഹൽവ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് എല്ലാവരും ഉപയോഗിക്കണം. നമ്മൾ അതിനുശേഷം നമ്മുടെ ഹൽവ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. പൂർണ്ണമായും നമ്മുടെ ഹൽവ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു സർവ് ചെയ്യുന്നതിനാവശ്യമായി ഒരു ബൗളിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അത് നിങ്ങൾക്ക് സർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത്